ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജഭരാവ്രജാംഗന ഭവന്തമന്തർദൃശു സമന്തതോ വിനിഷ്പദദ്ദാരുണദാരുമധ്യകം. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജഭര. കുറച്ച് വലിയൊരു വാക്കാണ്. തതഃ തത് ആകർണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജഭര. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. തതഃ അപ്പോൾ ഈ മരത്തടി കഷ്ണം അങ്ങനെ പൊട്ടിച്ചിതറുന്ന ശബ്ദവും ഗോപബാലന്മാരുടെ ഉറക്കിയുള്ള നിലവിളിയും അങ്ങനെ ഇടകലർന്ന് കാതിൽ വന്ന് പതിച്ചപ്പോൾ തതഃ അപ്പോൾ തത് ആകർണന ആ കോലാഹല ശബ്ദം കേട്ടിട്ട് സംഭ്രമ ശ്രമ പ്രകമ്പി വക്ഷോജഭര. സംഭ്രമശ്രമ പരിഭ്രമിച്ച് അത്യധികം പേടിച്ചു വിറച്ച് എന്താണെന്ന് മനസ്സിലാക്കാതെ പേടിച്ചു വിറച്ച് പ്രകമ്പി വക്ഷോജഭര അവിടെ നിന്നും ഓടി വരികയാണ് യശോദാമ്മ. ഓടി വരുമ്പോൾ പ്രകമ്പി അതായത് ശരീരമാകെ അങ്ങനെ കുലുങ്ങുന്നുണ്ട്. ആ ശരീരഭാരം കൊണ്ടും ഓട്ടത്തിൻ്റെ വേഗത കൊണ്ടും ആ ഓടി വരുന്നതിൻ്റെ വേഗത കൊണ്ടും വക്ഷോജഭര അതായത് നന്നേ വണ്ണമുള്ള ആളാണ് യശോദാമ്മ. അതുകൊണ്ട് തന്നെ ആ വേഗത്തിൽ ഓടി പരിഭ്രമിച്ച് വേഗത്തിൽ ഓടി വരുമ്പോൾ ശരീരം ഒന്നാകെ സ്ഥലങ്ങളും ഒക്കെ അങ്ങനെ മാറിടമൊക്കെ കുലുങ്ങുകയാണ്. ഇവിടെ പ്രകമ്പി എന്ന് പറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ചലനവുമാകാം, നെഞ്ചിനുള്ളിൽ അപ്പോൾ അനുഭവപ്പെട്ട ഒരു ഭയാനകമായ അവ്യക്തതയുടെ താളവുമാകാം അത്. കാരണം ആ ഒരു നിമിഷം ആ അമ്മയുടെ ഉള്ളിലുണ്ടായ ഇടിവെട്ടും പോലെയുള്ള ഒരു ഭയപ്പെടുത്തുന്ന നിശബ്ദത, ഒരു അവ്യക്തത, എന്താണെന്നറിയാത്ത അവസ്ഥ പെട്ടെന്ന് ഹൃദയത്തിൻ്റെ താളത്തെ കൂട്ടിയിട്ട് മാറിടം ഉയർന്നു പൊങ്ങുന്നതാകാം, ഉയർന്നു താഴുന്നതാകാം. ഓടി വരുമ്പോൾ അതും ഈ ശരീരഭാരം കൊണ്ട് ശരീരത്തിനാകെ ഉണ്ടാകുന്ന ഒരു ഇളക്കവും എല്ലാം കൂടി കാണുമ്പോൾ കാഴ്ചക്കാർക്ക് പോലും അതൊരു പേടിയെ ഉണർത്തുന്നു. വ്രജാംഗന ഇവിടെ യശോദാമ്മ മാത്രമല്ല മറ്റുള്ള ഗോപസ്ത്രീകളും ഇതേ ഭാവത്തോടു കൂടിയാണ് ഓടിയെടുക്കുന്നത്. ഭവന്തം അന്തർദൃശു സമന്തതോ. ഭവന്തം ഭവന്തം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങയെ, ദദൃശു എന്ന് പറഞ്ഞാൽ കണ്ടെത്തി. ഭവന്തം അന്തർ ഇവിടെ ആ അമ്പാടി മുഴുവനും നന്ദഗോപരുടെ ഗൃഹത്തിനുള്ളിലും ഒക്കെയും പുറത്തും നിറയെ അങ്ങനെ തിങ്ങി നിറഞ്ഞ് നിന്നിരുന്ന സമന്തത എന്ന് പറഞ്ഞാൽ നാലുപാടും അങ്ങനെ തിങ്ങി നിറഞ്ഞു നിന്ന ചിതറിക്കിടന്നിരുന്ന വിനിഷ്പത ദാരുണദാരുമധ്യകം. അങ്ങയെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? നാലുവശത്തും വിനിഷ്പത ചിതറിയ ദാരുണ ദാരുമധ്യകം പൊട്ടിത്തെറിച്ച് നാലുപാടും ചിതറി വീണ് കിടന്നിരുന്ന മരച്ചീളുകളുടെ ഇടയിൽ നിന്ന് ഓടിയെത്തിയ ഗോപസ്ത്രീകളും യശോദാമ്മയും അല്ലയോ ഭഗവാനെ അവിടുത്തെ കണ്ടെത്തിയല്ലോ. അവരോടി വരുമ്പോൾ
കാണുന്നത്. ഏതൊരു വണ്ടിയുടെ താഴെയായിരുന്നോ തങ്ങളുടെ ഉണ്ണിയെ കിടത്തിയിരുന്നത്, ആ കൃഷ്ണനുണ്ണിയെ കിടത്തിയിരുന്നത്, ആ വണ്ടി ഇപ്പോൾ അതിലെ ഓരോ കുഞ്ഞു തടിക്കഷ്ണം പോലും പൊടിഞ്ഞു കിടക്കുന്നു, പൊടിഞ്ഞു കിടക്കുകയാണ്, പൊട്ടിത്തെറിച്ച് ചിതറി പൊടിഞ്ഞു കിടക്കുകയാണ്. അതിനിടയിൽ നിന്നും അവരുടെ എല്ലാം കണ്ണുകൾ തേടിയത് ഒന്നിനെ മാത്രമാണ്, തങ്ങളുടെ കൃഷ്ണനുണ്ണി. ഒടുവിൽ ആ ഗോപസ്ത്രീകളും യശോദാമ്മയും കണ്ടെത്തി ചിതറി നാലുപാടും കിടക്കുന്ന മരത്തടികൾക്കിടയിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ തങ്ങളുടെ കൃഷ്ണനുണ്ണി കിടക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പ വക്ഷോജഭരാവ്രജാംഗനാ ഭവന്തമന്തർദൃശു സമന്തതോ വിനിഷ്പദാരുണദാരുമധ്യകം. ദാരു എന്നാൽ മരത്തടി. ശ്ലോകം വായിക്കുമ്പോഴും നമുക്ക് കുറച്ച് വലിയ സമസ്ത പദങ്ങൾ ഇതിൽ വരുന്നുണ്ട്. തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജഭര, അവിടം വരേക്കും വലിയൊരു പദമാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തതസ്തത ആകർണനാണ്, അതുകൊണ്ട് ദായുടെ അകാരം നീട്ടിയെടുക്കുക. പിന്നെ വ്രജാംഗന, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അതുകൊണ്ട് തന്നെ അകാരം നീട്ടിയെടുക്കുകയും വേണം, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. പിന്നെ നമ്മൾ ആദ്യത്തെ വരിയിൽ പറഞ്ഞതുപോലെ ഒരു സമസ്ത പദമാണ് മൂന്നാമത്തെ പാദം. അത് മുഴുവനും തന്നെയും ചേർത്ത് വായിക്കേണ്ടതാണ്. ആദ്യത്തേതിൻ്റെ അത്രയും വലുതല്ലെങ്കിലും ആദ്യത്തേത് തതസ്തദാകർണന സംഭ്രമശ്രമ പ്രകമ്പി വക്ഷോജഭര, അവിടം വരേക്കും ചേർത്ത് വായിക്കണമെങ്കിൽ മൂന്നാമത്തെ പാദം ഭവന്തമന്തർദൃശു സമന്തതോ, അവിടം വരേക്കും ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ ദദൃശു എന്ന് പറയുന്നിടത്ത് ദ കൂട്ടക്ഷരമാണ്. അതുപോലെ ഭവന്തം അന്തർ ആണ്, അവിടെ മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ സമന്തതോ സ കൂട്ടക്ഷരമാണ്. പിന്നെ നാലാമത്തെ പദവും വിനിഷ്പദാരുണദാരുമധ്യകം, അവിടെ വിനിഷ്പത കഴിഞ്ഞ് ദാരുണ പറയുന്നിടത്ത് ദ കൂട്ടക്ഷരമാണ്. അതും വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ ആ ഒരു ലൈനും മുഴുവനും തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. ശിശോരഹോ കിം കിമഭൂതിദ്രുതം പ്രഥാവ്യനന്ദഃ പശുപാശ്ച ഭൂസുരാഃ ഭവന്തമാലോക്യ യശോദയാധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചനാഃ. ശിശോരഹോ കിം കിമഭൂതിദ്രുതം. ശിശോരഹോ, ശിശോ അഹോ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശിശോരഹോ. അഹോ എന്ന് പറഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് ഗോപസ്ത്രീകളൊക്കെ ഓടി വരുന്നത്. ശിശോ, അതായത് ഉണ്ണിക്ക് കിം കിമഭൂതിതി ദ്രുതം, കിം കിം അഭൂത ഇതി ദ്രുതം, അങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. കിം കിം അഭൂത്, എന്താ സംഭവിച്ചത് ഉണ്ണിക്ക്, എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട്, അഭൂത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി, എന്താണ് ഉണ്ടായത്, ഉണ്ണിക്ക് എന്തുണ്ടായി, എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട്, ഇതി ഇപ്രകാരം, ദ്രുതം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വളരെ വേഗത്തിലാണ് ഓടി വരുന്നത്. ആര്? നമ്മുടെ യശോദാമ്മയും മറ്റു ഗോപസ്ത്രീകളുമൊക്കെ. അങ്ങനെ പ്രഥാവ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടിയെത്തിയ, ഇവിടെ ഗോപസ്ത്രീകളും യശോദാമ്മയും മാത്രമല്ല ഓടി വന്നത്, നന്ദഗോപരും ഓടി വന്നു. പശുപാശ്ച ഭൂസുര, പശുപാശ്ച മറ്റുള്ള ഗോപന്മാരൊക്കെ ഓടി വന്നു.
ഭൂസുരാ, അവിടെ പിറന്നാൾ കൂടാൻ വന്നിരുന്ന ബ്രാഹ്മണരുമൊക്കെ ഓടി വന്നു. അതായത് ആ പിറന്നാൾ ആഘോഷത്തിന് അവിടെ ക്ഷണിച്ചു വരുത്തിയിരുന്ന എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകളും ബന്ധുമിത്രാദികളും ബ്രാഹ്മണരും എല്ലാവരും കൂടി ഓടി വന്നു. അപ്പോൾ ഒരു വശത്തും നമ്മളെ ഒരു കാഴ്ച കാണിച്ചു. എന്താ? അവിടുന്ന് ഓടി വരുന്ന യശോദാമയും മറ്റുള്ള ഗോപസ്ത്രീകളും. മറുവശത്ത് അവിടെ നിന്ന് ഓടി വരുന്നു നന്ദഗോപര്, മറ്റുള്ള ബ്രാഹ്മണര്, ഗോപന്മാരെല്ലാവരും കൂടി ഈ ശബ്ദകോലാഹലം കേട്ടിട്ട് ഓടി വരികയാണ്. ഭവന്തമാലോക്യ യശോദയാ ധൃതം. ഭവന്തമാലോക്യ, ഭവന്തം ആലോക്യ, ഇങ്ങനെ രണ്ട് വാക്കുകളാണത്. ഭവന്തം എന്ന് പറഞ്ഞാൽ അങ്ങയെ, ആലോക്യ കണ്ടിട്ട്, യശോദയാ ധൃതം, യശോദയാ ധൃതം, ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് അവിടെ. യശോദയ എന്ന് പറഞ്ഞാൽ യശോദാമ്മയുടെ കൈകളിൽ, ധൃതം എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുക, അതായത് കയ്യിൽ അങ്ങനെ വാരിയെടുത്തിരിക്കുന്ന ആ ഉണ്ണിയെ കണ്ടിട്ട് സമാശ്വസന്നശ്രുജലാർദ്രലോചന, സമാശ്വസൻ അശ്രുജലാർദ്രലോചന, ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത്. സമാശ്വസൻ, എല്ലാവർക്കും ആശ്വാസമായി. ഉണ്ണിക്ക് ഒരു കുഴപ്പവുമില്ല, ഉണ്ണിതാ യശോദാമ്മയുടെ കൈകളിലിരിക്കുന്നു. അശ്രുജലാർദ്രലോചന, അങ്ങനെ ഓടി വന്ന ബ്രാഹ്മണരും മറ്റു ഗോപന്മാരും അതേപോലെ മറ്റു ബന്ധുമിത്രാദികൾ, അതിഥികൾ എല്ലാവരും ഓടി വന്ന്, അവർ ഓടി വരുന്നത് എങ്ങനെയാണ്? അശ്രുജലാർദ്രലോചന, കണ്ണുകൾ നിറഞ്ഞാണ് ഓടി വരുന്നത്. ഇവിടെ വന്ന് യശോദാമ്മയുടെ കയ്യിൽ ഉണ്ണിയിരിക്കുന്ന കണ്ടപ്പോൾ സമാശ്വസൻ, അവർ ആശ്വസിച്ചു, അവർക്ക് സമാധാനമായി. ഉണ്ണിക്ക് ഒരു കുഴപ്പവുമില്ലാതെ യശോദാമ്മയുടെ കയ്യിൽ മുൻപത്തെ പോലെ തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ടവന്. നല്ല ആശ്വാസമായി, മനസ്സിനൊരു സുഖമായി. അങ്ങനെ ഈ ഓടി വന്നവരെല്ലാം, കണ്ണു നിറഞ്ഞ് ഓടി വന്നവരൊക്കെ യശോദാമ്മയുടെ കൈകളിൽ ഉണ്ണി ഭദ്രമായിരിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും പരസ്പരം കണ്ണുകൾ കൊണ്ട്, ആ നനഞ്ഞു കുതിർന്ന കണ്ണുകൾ കൊണ്ട് എല്ലാവരും ആശ്വാസം പരസ്പരം കൈമാറി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശിശോരഹോ കിം കിമഭൂതിതി ദ്രുതം പ്രധാവ്യ നന്ദഃ പശുപാശ്ച ഭൂസുരാഃ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്നശ്രുജലാർദ്രലോചനാഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ശിശോരഹോ, അവിടെ രായ്ക്ക് അകാരം കൊടുക്കണം, ശിശോ അഹോ ആണ്. അതേപോലെ കിം കിമഭൂതിതി ദ്രുതം, കിം കിം അഭൂത് ഇതിയാണ്, പദം പിരിക്കണ്ട. കിം കിം അഭൂതിതി, കിം രണ്ടാമത്തെ കിമ്മിൻ്റെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ അഭൂതിതി, ദായുടെ ഇകാരം ഇതിയാണ്. പിന്നെ നന്ദ ഭൂസുരാ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത ഭവന്തമാലോക്യ, ഭവന്തം ആലോക്യാണ്, മായുടെ ആകാരം നീട്ടിയെടുക്കുക. പിന്നെ നാലാമത്തെ പാദം മുഴുവനും തന്നെയും സമസ്തപദമാണ്. സമാശ്വസന്നശ്രുജലാർദ്രലോചന, അവിടെ സമാശ്വസൻ അശ്രു, അതുകൊണ്ട് തന്നെ നാ കൂട്ടക്ഷരമാണ്, അകാരം കൊടുത്തു വായിക്കുക. അശ്രുജലാർദ്ര, കണ്ണുകൾ കൊണ്ട് ആർദ്രമായ, കണ്ണുനീർ കൊണ്ട് ആർദ്രമായ ലോചന, കണ്ണുകൾ. നോക്കൂ, അങ്ങനെയുള്ള അവർ പരസ്പരം ആ ഒരു ജലം നിറഞ്ഞ കണ്ണുകളുടെ ഒരു കടാക്ഷം കൊണ്ട് തന്നെ പരസ്പരം ആശ്വാസം അവർ കൈമാറി. അവിടെ ലോചന എന്ന് പറയുന്നിടത്ത് ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.